Hey, get up, get up. Your place, baby. ഓ ഹോസ്റ്റലെത്തിയോ? ഈ രാത്രി പെട്ടെന്ന് അവസാനിച്ച പോലെ തോന്നിയല്ലേ? ഇനി എത്രയോ രാത്രികൾ ഇരിക്കുന്നു രമേഷ്. ബൈ ബൈ. ഹായ്, ലിസൺ. സൂക്ഷിച്ചു പോണം കേട്ടോ. വാടൻ കാണാതെ റൂമിനകത്ത് കയറിക്കോ. ഓക്കെ. ബൈ. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. See you tomorrow. Okay, bye. Hey. Hi, baby. ബേബി, സമയം എത്രയാണെന്നറിയാമോ? സമയമോ? ഞാൻ സമയം അന്വേഷിക്കാറില്ല. 8 മണിക്ക് മേറ്റർ നിന്നെ അന്വേഷിച്ചിരുന്നു. എപ്പോ വന്നാലും ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണണമെങ്കിൽ മേറ്റൻ ഇവിടെ വരട്ടെ. ബേബി, നിന്റെ ഈ പോക്ക് അപകടത്തിലേക്കാണ്. ദേ, എന്നെ ആരും ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞേക്കാം. ബേബി, നീ മദ്യപിച്ചിട്ടുണ്ടോ? ഓ, സ്വല്പം. വെരി ലിറ്റിൽ. ആ രമേഷ് പറഞ്ഞിട്ടാ. ബേബി. എന്താ? എടി, നിന്റെ ഈ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഈ കൂട്ടുകെട്ടാണ് എന്റെ മനസ്സിന് സമാധാനം തരുന്നത്. നീ നശിക്കുകയാണ് ബേബി. അല്ലടി, അല്ല. ഞാൻ ജീവിക്കുകയാണ്. ഇതാണോ ജീവിതം? അതെ, ഇത് തന്നെ ബേബി. ഇതാ ടി സി. മകളെ കൊണ്ടുപോയിട്ടുള്ളൂ. സിസ്റ്റർ, ടീച്ചേഴ്സ് കൗൺസിൽ എടുത്ത തീരുമാനമാണ്. മാറ്റമില്ല. എന്റെ മകളുടെ ജീവിതം പാഴായി പോകും സിസ്റ്റർ. പലപ്പോഴും ഞാൻ ബേബിക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ എന്ത് നിയന്ത്രണത്തിൽ നിന്നും പോയിരിക്കുന്നു. ഞാൻ നിസ്സഹായാണ്. സിസ്റ്റർ, ഒരവസരം കൂടി. ഒന്നും ഇങ്ങോട്ട് പറയണമെന്നില്ല. 1000-ലേറെ പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. ഇതിന്റെ സൽപ്പേരിന് നിങ്ങളുടെ മകൾ കളങ്കമുണ്ടാക്കിയിരിക്കുന്നു. സിസ്റ്റർ, കോളേജിന് വേണ്ടി പണം വേണമെങ്കിൽ. സൗദാമിനിയമ്മേ, നിങ്ങൾ വളരെ സമ്പത്തുള്ളവരാണെന്നറിയാം. അതുകൊണ്ട് ഈ കോളേജിന്റെ ആത്മാവിനെ നിങ്ങൾ വിലക്ക് ചോദിക്കരുത്. അപ്പോൾ? അതെ, മകളെ വിളിച്ചുകൊണ്ട് പോകാം. പുറപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് പോകാം. വാ മോളെ.
ബേബി, എന്താണ് ഇതിന്റെ അർത്ഥം? എനിക്കറിഞ്ഞൂടാ. നിനക്കറിഞ്ഞൂടെ? എടി, നീ തകർക്കുന്നത് എന്റെ പ്രതീക്ഷകളാണ്, നിന്റെ ജീവിതമാണ്. എന്ത് പ്രതീക്ഷ, എന്ത് ജീവിതം? എനിക്കങ്ങനൊന്നുമില്ല. എടി, ഞാൻ നിന്റെ അമ്മയാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്നെ പരിഹസിക്കാണോ? മോൾ ഇനി കയറി വന്നതല്ലേ ഉള്ളൂ, പിന്നെ സൗകര്യം പോലെ ഗുണദോഷിക്കാമല്ലോ. ഈ കുടുംബത്തിന്റെ ഭാവി ഇവളുടെ ചുമലിലാണെന്നുള്ള കാര്യം ഇവൾ മറക്കുന്ന ലക്ഷ്മിയമ്മേ. ചിലപ്പോൾ മറന്നുപോയെന്നൊക്കെ വരും. എന്ന് വെച്ചാൽ നീ നിന്റെ വാശി വിടുകില്ലെന്നല്ലേ? കോളേജിൽ നിന്നെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇനി നീ എങ്ങും പോണ്ട. ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി. മനസ്സിലായോ? മനസ്സിലായി. ഇവിടെ എന്നെ നിയന്ത്രിക്കാൻ ആളുകളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട അമ്മയും പ്രിയപ്പെട്ട അച്ഛനും. ചെല്ലപ്പം വയ്ക്കോ. എന്റെ അച്ഛൻ എവിടെ? എന്താ ഇവള് അച്ഛനെയൊക്കെ തിരക്കുന്നത്? ഇവളുടെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ വരില്ല. പിന്നെ കൊണ്ടുവന്നത്? അതൊക്കെ മുതലാളി പറഞ്ഞു തരും. അയ്യോ, അയ്യോ, അയ്യോ. മുതലാളി, ഞാൻ പാവപ്പെട്ടവളാണ്, എന്നെ നശിപ്പിക്കരുത്. ഞാൻ പാവപ്പെട്ടവളാണ് മുതലാളി, എന്നെ നശിപ്പിക്കരുത്. അയ്യോ, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, ഇവിടെ ആരുമില്ലേ? എവിടെ ലക്ഷ്മിയമ്മ? ഞാനിവിടെ ഉണ്ട്. ബേബിയെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നില്ലേ? ആ, കൊണ്ടുവന്നു. എന്നിട്ട് എവിടെ? കാണുന്നില്ലല്ലോ. മുറിയിലുണ്ട്. ഇപ്പോൾ പോയി കാണണ്ടെന്ന് പറയൂ ലക്ഷ്മിയമ്മേ. അവൾ ഉറങ്ങിക്കാണും. എനിക്ക് എപ്പോഴും എവിടെ വെച്ചും അവളെ കാണാമെന്ന് പറയണം. ഇങ്ങനെ കുടിച്ച് ലക്കില്ലാതെ പോയി കാണണ്ടെന്ന് പറയൂ ലക്ഷ്മിയമ്മേ. ഞാൻ എത്ര കഴിച്ചാലും എന്റെ നിലയ്ക്കൊരു കുഴപ്പവുമില്ല. പോകാൻ പറയൂ. എവിടെ നാടായി കൂട്ടിക്കൊണ്ടുവരുന്നത്? ഞങ്ങൾ നായാട്ടിന് പോയിരുന്നു. നിങ്ങളുടെ ഒരു നായാട്ട്. എടാ ചെല്ലപ്പാ, നിങ്ങളുടെ നായാട്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിലല്ലായിരുന്നോ? ഇവിടെ ആരും അറിയില്ലെന്ന് വിചാരിക്കരുത്. അറിയാമെങ്കിൽ പിന്നെ ചോദിക്കുന്നു എന്തിന്? നിന്നെ ഹോസ്റ്റലിൽ നിന്ന് എന്തിനാണ് പുറത്താക്കിയത്? അമ്മ പറഞ്ഞില്ലേ? ഓ, നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ലല്ലോ. ബോയ് ഫ്രണ്ടിനോടൊപ്പം കുടിച്ചും കൂത്താടിയും നടന്നിട്ട്. കൊള്ളാം. ഇനിയെന്താ ഭാവം? ഈ നരകത്തിൽ തന്നെ ജീവിക്കാൻ. നരകമോ? അതെ, എന്റെ അമ്മയും എന്റെ അച്ഛനും ഉള്ള ഇടം എനിക്ക് നരകമാണ്. നീ അമ്മയുടെ മകള് തന്നെടി. എന്താണ് ഗോപാലപിള്ളി പ്രഭാത പേര്? അടുക്കൽ റൊമാൻസ് ആണോ? അടുത്തേക്ക് വരാമോ? എന്താ സ്വാമി പറഞ്ഞത്? എന്നെ പറ്റി വലുതാണെങ്കിലേ എന്റെ മട്ടങ്ങ് മാറുവേ. അയ്യോ, കൊണ്ടോ റൊമാൻസ് എന്ന് കേട്ടപ്പോഴേക്കും അമ്മുവിന്റെ മുഖം അങ്ങ് ചുവന്നല്ലോ. ഞാൻ ഓപ്പണാ ചൊല്ലട്ടുമാ, ഇപ്പൊ നല്ല അന്നക്കിളി പോലെ ഇരിക്കുന്നുണ്ട്. അന്നക്കിളി തെരിയുമാ? എന്ത് പോയ എന്നോട് വൈഫ് ജഗത്ത്. അതായത് അമ്മു സ്വാമിയുടെ വൈഫ് പോലിരിക്കുന്നെന്ന്. എന്താ പറഞ്ഞത്? என்ன அப்படியா சொன்ன கோபாலபிள்ளை? சுத்த அசம்பந்தம். ஒன்னு பார்க்க ஒரு வேலைக்காரி மாதிரி இல்ல, அன்னக்கிளி போல இருக்குன்னு சொன்னேன். அதுல என்ன மிஸ்டேக்? சத்தியம் தானே? ஆமா, இது என்ன காஃபியோ? ஆமா, நம்ம எஸ்டேட்ல காஃபியோட டேஸ்ட் இப்ப எப்படி இருக்கு? അത് എപ്പോഴും ഒരുപോലെ തന്നെ സ്വാമി. സ്വാമിക്ക് വേണേൽ ഒരു കപ്പ് കാപ്പിക്ക് പറയാം. എന്നാ ചുടുചൂടാ ഒരു കപ്പ് കാപ്പി അമ്മുവിന്റെ കയ്യിൽ എനിക്കും കൂടാ. സ്വാമി ഈ പ്രായത്തിലും ആളൊരു ശിങ്കാരവേലം തന്നെ. കറക്റ്റ്, ഗോപാലപിള്ള சொன்னது தான் கரெக்ட்.
എൻ വൈഫില്ലേ ജഗതം ഇന്ത മാതിരി താൻ പേച്ച് ഇന്ത മാതിരി ഇങ്ങനെ തന്നെ പറയും. സ്വാമി അറിഞ്ഞില്ലേ ദേവിക്കുഞ്ഞിനെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയെന്ന്? ഇനിയിപ്പോ സ്ഥിരതാമസത്തിന് വന്നിരിക്കുക. എന്താണാവോ കാര്യം? സമയം രാഹുകാലം വിഷയം മരമൻ രഹസ്യം. ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഞാനും ഇനിയിപ്പോ കല്യാണം കഴിച്ച് അയക്കാൻ പോകണത്രേ. ഓ അപ്പടിയാ? നിജമാ ഇത് നിജമാ இந்த பேபி குழந்தைக்கு கல்யாணம் நடக்கும் என்பது நிஜமா. அம்மு போயாச்சா?